+2 പഠനത്തിന് ശേഷം MBBS, BDS അതോടൊപ്പം തന്നെ മറ്റു മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കും ചില നഴ്സിംഗ് കോളേജുകളിലേക്ക് BSc നഴ്സിംഗിന് അഡ്മിഷൻ ആയുള്ള കോമൺ എൻട്രൻസ് എക്സാം നീറ്റ് 2025 മെയ് 4 നടത്തപ്പെടുകയാണ്. അതിനോടനുബന്ധിച്ചുള്ള ഒഫീഷ്യൽ ഇൻഫർമേഷൻ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇനി ഏകദേശം 85 ഡേയ്സ് പരീക്ഷയ്ക്ക് വേണ്ടി ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികളും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഏതാനും ചില കാര്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ ആധാർ, അതോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അതോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഫോട്ടോ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കളർ ഫോട്ടോ ആണ്. അതോടൊപ്പം തന്നെ ഇമേജുകൾ, നമ്മുടെ സിഗ്നേച്ചറിൻ്റെ ഇമേജുകൾ അത് ആ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ പറഞ്ഞിരിക്കുന്ന സൈസിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. സർട്ടിഫിക്കറ്റുകൾ, 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അതോടൊപ്പം തന്നെ കാറ്റഗറി ബേസിലുള്ള സർട്ടിഫിക്കറ്റുകൾ നമ്മൾ കയ്യിൽ കരുതുക. അതോടൊപ്പം തന്നെ എക്സാമിനേഷന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന സിറ്റി, കേരളത്തിൽ 16 എക്സാം സിറ്റീസ് ഉണ്ട്, നമ്മുടെ എല്ലാ ജില്ലകളിലും ഉണ്ട്. അതുകൂടാതെ അങ്കമാലി, അതേപോലെ പയ്യന്നൂർ. അപ്പോൾ ഏതാണോ ഏറ്റവും നമുക്ക് അനുയോജ്യമായിട്ടുള്ളത് അത് ഓപ്റ്റ് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് എക്സാം സിറ്റി ചേഞ്ച് ചെയ്യാൻ സാധ്യമല്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം നമ്മളുടെ മലയാളം ലാംഗ്വേജ് ഉൾപ്പെടെ 13 മീഡിയത്തിൽ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് ആ മീഡിയം കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുമല്ലോ. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അത് ഡൗൺലോഡ് ചെയ്ത് അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. ഏകദേശം ഒരു 150 പേജസ് ഉണ്ട്. അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. അത് പിന്നീട് നമുക്ക് റെഫറൻസിനായിട്ട് ഉപയോഗിക്കാൻ. നീറ്റ് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷവും മറ്റു പല കാര്യങ്ങൾക്ക് റെഫറൻസിനായിട്ട് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കയ്യിൽ കരുതാം. അപ്പോൾ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ പ്രകാരം രജിസ്ട്രേഷൻ പ്രോസസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 5 സ്റ്റെപ്പുകളാണ്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് രജിസ്ട്രേഷൻ. ആ ഘട്ടത്തിലാണ് നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്യുക. ആ സമയത്ത് ഒരു പാസ്വേഡ് അത് നമ്മൾ സെറ്റ് ചെയ്യുന്ന കാര്യം അത് മറന്നു പോവാതിരിക്കാൻ എവിടെയെങ്കിലും നോട്ട് ചെയ്യുകയും ചെയ്യുക. പിന്നീട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആപ്ലിക്കേഷൻ നടപടികൾ, പല കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം ശ്രദ്ധയോടുകൂടി ഫില്ലപ്പ് ചെയ്യുന്നു. ദെൻ അപ്ലോഡ് ഇമേജുകൾ, നമ്മുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ഇമേജുകൾ അപ്ലോഡ് ചെയ്യുന്നു. ദെൻ നമ്മുടെ ഫീ പേയ്മെൻറ്റിൻ്റെ സ്റ്റേജാണ്. ഫീ ഓൺലൈനായിട്ട് പേ ചെയ്യുന്നു. ഏറ്റവും അവസാനം ഫീ പേയ്മെൻറ്റ് കഴിയുമ്പോൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ദെൻ നമ്മുടെ കൺഫർമേഷൻ പേജ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന കാര്യം അത്രയും അവിടെ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ജനറലായിട്ട് നീറ്റ് 2025 അതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ഇൻഫർമേഷൻ. ആപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം പ്രത്യേകം അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ജനറൽ കാറ്റഗറിയിൽ 1700 ആണ്. EW കാറ്റഗറി OBC അത് 1600 ആണ്. മറ്റ് റിസർവ്ഡ് കാറ്റഗറി 1000 ആണ്. ഔട്ട്സൈഡ് ഇന്ത്യ അതെല്ലാം ഏകദേശം ജൂൺ 14 റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നുള്ള ഇൻഫർമേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതാണ്, neet.nta.nic.in എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് രജിസ്ട്രേഷൻ പ്രോസസ്സുകൾ. ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ ഈ പേജ് കംപ്ലീറ്റ് വായിച്ചതിന് ശേഷമേ മറ്റു പേജുകളിലേക്ക് പോകാവുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, candidates must ensure that the email address and mobile number provided in the online application form are their own or parents or guardians only. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അതിൽ ഒന്നും വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഫോളോവിങ് ഇൻസ്ട്രക്ഷൻ കെയർഫുള്ളി ബിഫോർ ഫില്ലിംഗ് ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം. അതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്നു, നോ കറക്ഷൻ ഫെസിലിറ്റി വിൽ ബി ഗീവൺ അറ്റ് എനി സ്റ്റേജ് ആഫ്റ്റർ രജിസ്ട്രേഷൻ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. 2, ബി എക്സ്ട്രീംലി കെയർഫുൾ ഫില്ലിംഗ് ഇൻ ദി ആപ്ലിക്കേഷൻ ഫോം. യു ക്യാൻ എഡിറ്റ് ഓർ മോഡിഫൈ എനി ഇൻഫർമേഷൻ ബിഫോർ സബ്മിറ്റിംഗ് ഈച്ച് സെക്ഷൻ. ഓരോ സെക്ഷനുണ്ട്, ഏകദേശം 22 സെക്ഷനായിട്ടാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അത് ഓരോ സബ്മിഷനും മുൻപായിട്ട് അത് ശ്രദ്ധയോടുകൂടി ചെക്ക് അഗെയിൻ ബിഫോർ പ്രസിംഗ് സബ്മിറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. റീഡ് ഇൻസ്ട്രക്ഷൻ കെയർഫുള്ളി അബൌട്ട് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സ്, തമ്പ് ഇംപ്രഷൻ ആൻഡ് ഓൾ സർട്ടിഫിക്കറ്റ്സ് ബിഫോർ അപ്ലോഡിംഗ്.
അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഇൻഫർമേഷൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. മൊബൈൽ നമ്പർ, ഇമെയിൽ ID വെരിഫൈ ചെയ്യുന്നത് OTP വഴിയാണ്, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം, അത് പിന്നീട് ഒരു കാരണവശാലും ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള ഇൻഫർമേഷനും പറഞ്ഞിട്ടുണ്ട്. സോ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. പിന്നെയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ എലിജിബിലിറ്റി ആണ്. നീറ്റ് എൻട്രൻസിന് മിനിമം ഏജ് ക്രൈറ്റീരിയ ഉണ്ട്. ബോൺ ഓൺ ഓർ ബിഫോർ December 31st, 2008 ആണ് മിനിമം. അത് മാക്സിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ള കാര്യവും നമുക്ക് അറിയാമല്ലോ. ദർ ഈസ് നോ അപ്പർ ഏജ് ലിമിറ്റ്. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരുമ്പോഴത്തേനും ഇതിൽ NTA ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നു. അതിൽ ഈ ബോട്ടത്തിലാണ് കാൻഡിഡേറ്റ് ആക്ടിവിറ്റി നീറ്റ് 2025 രജിസ്ട്രേഷൻ ആൻഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം. അവിടെ ക്ലിക്ക് ചെയ്യുന്നു, നമ്മുടെ അടുത്ത പേജിലേക്ക് വരുന്നു. ആ പേജിൽ ഇപ്രകാരം വരുന്നു, സ്റ്റെപ്സ് ടു അപ്ലൈ ഓൺലൈൻ. ദെൻ അതിനുശേഷമാണ് നമ്മുടെ പ്രോസസ് സ്റ്റെപ്പ് 1 രജിസ്ട്രേഷൻ ഫോം, അത് ഫില്ല് ചെയ്യുന്നു. അവിടെ പാസ്വേഡിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോഴത്തേനും ആപ്ലിക്കേഷൻ ഫോം ആണ്. അപ്പൊ ആ സ്റ്റെപ്പിൽ വരുമ്പോഴാണ് വളരെയധികം കെയർഫുൾ ആവേണ്ടത്. നമ്മളുടെ ഇമേജസ് അപ്ലോഡ് ചെയ്യേണ്ട ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത് പറഞ്ഞിട്ടുണ്ട്, ടേക്കൺ ആഫ്റ്റർ 1st January 2025 അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ആ ഫോട്ടോഗ്രാഫ്. അതിനുശേഷവും നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്, കയ്യിൽ കരുതിയിട്ടുണ്ട് എന്ന് കരുതുകയാണ്. ക്ലാസ് 10 മാർക്ക് ഷീറ്റ്, ക്ലാസ് 10 പാസിംഗ് സർട്ടിഫിക്കറ്റ് ആവശ്യാനുസരണം ആ വക കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. ഇനി ആ സ്റ്റെപ്പിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫ് കളറാണ് എന്നുള്ളത് അറിയാം. എന്നിരുന്നാലും ഒരിക്കൽ കൂടി ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കളർ ഫോട്ടോ ആണ് വേണ്ടത്. വിസിബിൾ ഇൻക്ലൂഡിംഗ് ഇയേഴ്സ്, നമ്മുടെ ചെവികൾ കാണത്തക്കവണ്ണം ആ ഫോട്ടോ എടുക്കുവാൻ വേണ്ടി സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. പിന്നെ ഓൾ അപ്ലോഡഡ് ഇമേജസ് ഷുഡ് ബി ഇൻ PDF or JPG ഫോർമാറ്റ്. അവിടെ സൈസ് പറഞ്ഞിട്ടുണ്ട്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ 10 kilobytes to 200 kilobyte ക്ലിയർലി ലെജിബിൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ് അതും കരുതുക, അതിന്റെ സൈസും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ പറഞ്ഞിരിക്കുന്ന ആ പേജിൽ എല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോവേണ്ടത്. ഡോണ്ട് ഫോർഗെറ്റ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, പ്ലീസ് ചെക്ക് യുവർ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ബിഫോർ സബ്മിഷൻ ഓഫ് ദി ആപ്ലിക്കേഷൻ ഫോം. In case the photograph or signature is blurred or not visible to identity of the candidate, then the application will be rejected and no option for correction or revision. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്രത്യേകമായിട്ട് അത് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് അത് ഒരിക്കൽ കൂടി ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെയുണ്ട് അടുത്ത ഒരു പോയിന്റ് കൂടെ ഉണ്ട്, നോട്ട് എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ ബുള്ളറ്റിലുണ്ട്, ദി ക്വാണ്ടിറ്റേറ്റ് ഹാസ് ടു അപ്ലോഡ് ഓൺലി ഹിസ് ഓൺ ഹെർ ഓൺ ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് റൈറ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ സർട്ടിഫിക്കറ്റ്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു, ഇൻ എ പ്രോപ്പർ മാൻ ആസ് ദി ഫെസിലിറ്റി ഫോർ കറക്ഷൻ വിൽ നോട്ട് ബി ഗീവൺ ഇൻ ഫ്യൂച്ചർ എന്നുള്ളതും അവിടെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കുക. ഇനി എനി റിക്വസ്റ്റ് ടു ചേഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയ എക്സാമിനേഷൻ സെന്റർ, ഈ പറഞ്ഞ കാര്യങ്ങൾ അഡ്മിറ്റ് കാർഡിൽ വന്നു കഴിയും. അത് നമ്മൾ എന്താണോ കൊടുത്തിരിക്കുന്നത് അതാണ്. അപ്പൊ ആ കൊടുക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ അപ്ലോഡിങ് നടത്തുന്ന ഫോട്ടോ എന്താണ്, അതിന്റെ ഹാർഡ് കോപ്പി നമ്മുടെ കയ്യിൽ കരുതണം. ഏകദേശം 6, 8, 10 അത് നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത് എന്താണ് അപ്ലോഡ് ചെയ്തത് അത് തന്നെ കയ്യിൽ കരുതുക. അതോടൊപ്പം തന്നെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും കരുതണം. പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകേണ്ടതാണ്. പിന്നീട് കൗൺസിലിംഗ് പ്രോസസ്സിലേക്കൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് വെബ്സൈറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ അത് പലത്, അത് ഓരോന്നിനും ഓരോ വെബ്സൈറ്റ് ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് റെഫർ ചെയ്യുക. അതിലുള്ള ഇൻഫർമേഷൻസ് എല്ലാം അവിടെ വരും. FMC ആയിട്ട് റിലേറ്റ് ചെയ്ത് FMCയിൽ നഴ്സിംഗ് പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഈ നീറ്റ് എൻട്രൻസ് പരീക്ഷ വഴിയാണ്. അപ്പൊ അത് രജിസ്ട്രേഷൻ നമ്മൾ എൻട്രൻസിന് വേണ്ടിയുള്ളതാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ ആ വെബ്സൈറ്റ് വഴി നമ്മൾ ശ്രദ്ധിക്കണം. ലാസ്റ്റ് സ്റ്റെപ്പിൽ 3ൽ നമ്മുടെ ഫീ പേയ്മെന്റ് നമ്മൾ നടത്തുന്നു. അത് UPIയോ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് ഏത് വേണമെങ്കിലും അത് യൂസ് ചെയ്ത് നമ്മൾ പേയ്മെന്റ് നടത്തി പ്രോസസ് എല്ലാം കഴിഞ്ഞു. എന്നിട്ട് ഏറ്റവും അവസാനം ഫൈനൽ സബ്മിഷൻ ഓഫ് ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ വിൽ റിമെയിൻ ഇൻകംപ്ലീറ്റ് ഇഫ് സ്റ്റെപ്പ് 3, അതായത് നമ്മൾ ഫീ പേയ്മെന്റ് നടത്തിയില്ലെങ്കിൽ ആപ്ലിക്കേഷൻ അവിടെ ലഭ്യമല്ല എന്നുള്ളതാണ്. ആപ്ലിക്കേഷന് വാലിഡിറ്റി ഇല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം.
പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും രീതി NTA is facilitating all candidates with an additional platform of Umang on DigiLocker to download their documents. പിന്നീട് നമ്മുടെ എക്സാം സിറ്റി, അതോടൊപ്പം തന്നെ അഡ്മിറ്റ് കാർഡ്, ഈ വക കാര്യങ്ങൾ ഫർദർ ആയിട്ടുള്ള എല്ലാം, സ്കോർ കാർഡ്, എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ ഡിജി ആപ്പ് വഴി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന. അപ്പോൾ അതെല്ലാം നമ്മൾ കരുതിയിരിക്കുക. പിന്നെ നമ്മൾ ഈ നീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ചില ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിനുണ്ട്. പ്രത്യേകമായിട്ട് ഞാൻ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കംപ്ലീറ്റ് പ്രിന്റ് ഔട്ട് എടുക്കുക. അതിൽ 43 മുതൽ 53 വരെയുള്ള പേജുകളിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷമേ അപ്ലൈ ചെയ്യാവുള്ളൂ. പിന്നീട് ഏറ്റവും അവസാന ചെക്ക് ലിസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം ഈ ചെക്ക് ലിസ്റ്റ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഇതും ആ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ ഉണ്ട്, അതും നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ ഫോമിന്റെ റീപ്ലിക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. പേജ് 133 ഓൺവേർഡ്സ് ആപ്ലിക്കേഷൻ ഫോമിന്റെ റീപ്ലിക്ക് ഏകദേശം 22 സ്റ്റെപ്പുകൾ വഴിയാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യപൂർവ്വം അത് പ്രിന്റ് ഔട്ട് എടുക്കുമ്പോൾ ആ ഓരോന്നിലും എന്തൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത് ചോദിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ആ പ്രിന്റ് ഔട്ടിൽ വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം. അന്നേരം പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ നെറ്റ് കണക്ഷനൊക്കെ കറക്റ്റ് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇനി നമ്മൾ അക്ഷയ സെന്ററുകളിലൊക്കെയാണ് പോയി ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഈ കൊടുക്കുന്ന ഈ പാസ്വേഡും നമുക്ക് ലഭ്യമാകുന്ന ആപ്ലിക്കേഷൻ നമ്പറും ഇതൊന്നും എഴുതി വെച്ചേക്കരുത്. അതിനായിട്ട് നമ്മളൊരു ഡയറിയൊക്കെ ആയിട്ടാണ് അവിടെ ചെന്ന് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ആ വക കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ നല്ല ഒരുക്കത്തോടു കൂടി ആവണം നീറ്റ് അപ്ലൈ ചെയ്യാൻ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമേ ഉള്ളൂ. ഒത്തിരി കാര്യങ്ങൾ ആ ഇൻഫർമേഷൻ ബുള്ളറ്റിനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുങ്ങിയാണ് എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആ വക കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ആപ്ലിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത 22 സ്റ്റെപ്പുകൾ ഒരു ഷോർട്ട് വീഡിയോ വഴി ദർശന അക്കാഡമി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.